ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പം 17th ജൂൺ. നിഫ്റ്റിയിൽ ഇന്ന് ഞാൻ ട്രേഡ് കാണുന്ന ഒരു മൂവ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിഫ്റ്റിയിൽ ഞാൻ കാണുന്നൊരു ട്രേഡ് എന്ന് വെച്ചാൽ 25,000 കോൾ റൈറ്റാണ് ഞാൻ ഇന്ന് കാണുന്നത്. സോ 25,000 അബവ് ഇന്ന് പോകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ബിലോയിൽ 24,800. സോ ഈ റേഞ്ചിൽ നിന്ന് നിഫ്റ്റി മൂവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. സോ മെയിൻലി പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ റിലയൻസ് നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിഫ്റ്റിക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റിലയൻസ് ഇപ്പം 1430 ഫ്യൂച്ചർ പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്ന് വെച്ചാൽ സീസൺ അറൗണ്ട് HDFC 1925 ട്രേഡ് ചെയ്യുന്നത്. HDFCയിലും വലിയ മൂവ്മെൻറ്റ് കാണുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ ഈ ഇന്നലെ ട്രംപിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ടെഹ്റാനിലെ ലോക്കൽ പബ്ലിക്കൊക്കെ അവിടുന്ന് വിട്ടുപോകണം. സോ ദർ മേ ബി അറ്റാക്ക്, ഇസ്രായേലിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുമോ അതൊന്നും നമുക്ക് പറയാനായിട്ടില്ല. അതുമാത്രമല്ല ഇവരെ ഈ G7 സബ്മിറ്റ് ആൾ പെട്ടെന്ന് വരികയും ചെയ്തു. അല്ലെങ്കിലും ഈ G7 സബ്മിറ്റ് ഒന്നും നോബഡി ഈസ് ബോതേർഡ് നൗ ഡേയ്സ്. സോ അതുപോലെ നാളെ ഇപ്പം ഈ ഇതേ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഡിസിഷൻ വരുന്നുണ്ട്. പക്ഷേ അനലിസ്റ്റ് പറയുന്നത്, ഞാൻ വായിച്ച ന്യൂസ് പ്രകാരം ദ വിൽ നോട്ട് ബി എനി ചേഞ്ച് എന്നാണ് പറയുന്നത് കേട്ടത്. സോ അതാണ് എനിക്കുള്ളത്. പക്ഷേ നിഫ്റ്റിയിൽ ഇന്നത്തെ ട്രേഡ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ള ചില സ്പെസിഫിക് സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞാൽ ടി സി എസ് നല്ല പ്രൈസാണ്. പക്ഷേ അഗെയിൻ TCS വരുന്നത് ഒരു 3520 TCS സെല്ലാന്ന് വരുന്നത് കാണുന്നത്. അതുപോലെ ബജാജ് ഫൈനാൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 924 ഒക്കെ ഒരു ലോങ് ടേമിൽ ബൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ബജാജ് ഫൈനാൻസ്. ആൻഡ് ഐ ആം എക്സ്പെക്ടിങ് സംവർ അറൗണ്ട് 975 ബജാജ് ഫൈനാൻസ് ഐ ആം എക്സ്പെക്ടിങ്. പിന്നെ വേറെ സ്റ്റോക്ക് ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് സംവർ അറൗണ്ട് 450 ഈസ് എ ഗുഡ് സ്റ്റോക്ക്. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിരിക്കും. സോ മുത്തൂറ്റ് ഫൈനാൻസ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു. മുത്തൂറ്റ് ഫൈനാൻസ് 2650 ഞാൻ കാണുന്ന ഒരു സെല്ലായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ദാറ്റ് ഈസ് മൈ വ്യൂ. അതുപോലെ ഞാൻ പറഞ്ഞ വേറെ സ്റ്റോക്ക് ആയിരുന്നു സാജിലിറ്റി. 2 ദിവസം മുമ്പ് സാജിലിറ്റി 37-35 സ്റ്റോക്ക് ഒരു ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നു സാജിലിറ്റി. സോ സാജിലിറ്റി ഈസ് എ ഗുഡ് സ്റ്റോക്ക്. ആൻഡ് വരൺ ബീവറേജസ് അഗെയിൻ 450 സംവെയർ അറൗണ്ട് ഒരു ബൈ സോണിലാണ് വരൺ ബീവറേജസ് ഉള്ളത്. സോ വരൺ ബീവറേജസ്, ഏഷ്യൻ പെയിൻറ്റ് അവരെ നമ്മുടെ റിലയൻസ് ഏഷ്യൻ പെയിൻറ്റിലെ എല്ലാവിധ ഓഹരികളും വിറ്റഴിച്ചതിന് ശേഷം ICIC ഇതിനകത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നലെ. ഇന്നിപ്പോൾ നന്നായി ചെയ്യുന്നുണ്ട്. 2280 അങ്ങനെ റിലയൻസ് ഏഷ്യൻ പെയിൻറ്റ് കാണുന്നുണ്ട്. സോ കോൾഗേറ്റ് ഈസ് അനദർ സ്റ്റോക്ക്. ഇപ്പം കാണുന്നത് 23,400 അങ്ങനെ ബൈ ആണ്. സോ എനിവേ ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡ്.